കീരമ്പാറയിൽ വീണ്ടും കാട്ടാനയിറങ്ങി. വ്യാപക കൃഷിനാശം. നാട്ടുകാർ ഭീതിയിൽ. മുൻ പഞ്ചായത്ത് അംഗം സാബു വർഗീസിന്റെ 200ഓളം കുലച്ച ഏത്തവാഴകളും മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. പൈനാപ്പിളും റബ്ബറും ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നക്കാടിന് സമീപം കരിയിലപ്പാറയിൽ കാട്ടാനക്കൂട്ടത്തിന്റെ വിളയാട്ടം വീണ്ടും. വ്യാഴാഴ്ച പുലർച്ചെ എത്തിയ കാട്ടാനക്കൂട്ടം മേഖലയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡായ കരിയിലപ്പാറയിൽ മണിക്കൂറുകളോളമാണ് കാട്ടാനക്കൂട്ടം തമ്പടിച്ചത്. മുൻ പഞ്ചായത്ത് അംഗം സാബു വർഗീസിന്റെ 200ഓളം കുലച്ച ഏത്തവാഴകളും മറ്റ് കൃഷികളും നശിപ്പിച്ചിട്ടുണ്ട്. ഓണവിപണി ലക്ഷ്യമാക്കി കൃഷി ചെയ്ത വാഴകളാണ് നശിപ്പിച്ചത്. പുളിക്കേക്കുടി പോളിയുടെ പൈനാപ്പിളും റബ്ബറും ഫെൻസിംഗും കാട്ടാനക്കൂട്ടം കുത്തിമറിച്ചു. നിരവധി പേരുടെ കൃഷിയിടങ്ങളുടെ കയ്യാലകൾ തകർത്തിട്ടിരിക്കുകയാണ്. പുലർച്ചെ 2 മണിക്കെത്തിയ ആനകൾ വിവിധ വീടുകൾക്ക് സമീപം വരെ എത്തിയിരുന്നു. ആനകളെ റബ്ബർ ബുള്ളറ്റുകൾ ഉപയോഗിച്ച് വെടിവെച്ച് നാടുകടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് കൃഷി ഉടമയായ സാബു വർഗീസ് പറഞ്ഞു. ഇന്ന് പുലർച്ചെ 2 മണിക്ക് ശേഷം എൻ്റെ വാഴക്കൃഷിയിലേക്ക് 1000 വാഴ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 600 വാഴ നമ്മൾ ഓണത്തിന് കൊടുക്കുന്ന തരത്തിലേക്കാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഒരു ആനക്കൂട്ടം പറമ്പിൽ കയറുകയും ഒരു 200ഓളം കൊലച്ച വാഴകൾ ഓണത്തിന് നമുക്ക് വിൽക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരുന്ന 200 വാഴകൾ തിന്ന് നശിപ്പിക്കുകയും ഇവിടെ മാത്രമല്ല തൊട്ട് സമീപ പ്രദേശങ്ങളിലെ പറമ്പുകളിലെല്ലാം വലിയ തോതിൽ നാശനഷ്ടമുണ്ടാക്കി ഇരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഈ കീരമ്പാറ പഞ്ചായത്ത് മാത്രമല്ല, നമുക്കറിയാം പ്രദേശങ്ങളിൽ മുഴുവനും ആനശല്യം വളരെ വ്യാപകമായിരിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ ജീവനും അവരുടെ സമ്പാദ്യവും മുഴുവൻ നശിപ്പിക്കുന്ന തരത്തിലേക്ക് ആനശല്യം ഇത്ര രൂക്ഷമാകുന്ന സ്ഥിതിക്ക് ആനയെ ഫലപ്രദമായി നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ വളരെ അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട്. നമുക്ക് പറയാനുള്ളത് ഈ ആനയെ ഒരു റബ്ബർ ബുള്ളറ്റിനെങ്കിലും വെച്ച് വെടിവെച്ച് ഈ നാട് കടത്താനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇതിൻ്റെ ഫെൻസിങ്ങിൻ്റെ മറ്റെന്തോ നടപടികളായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അത് ഏറ്റവും പെട്ടെന്ന് ആക്കി ഈ കാർഷിക മേഖലയും കൃഷിക്കാരെയും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ജീവനും രക്ഷിക്കാനുള്ള നടപടികൾ ബന്ധപ്പെട്ട എല്ലാവരിൽ നിന്നും ഉണ്ടാകണം. ആനകൾ മുറ്റത്ത് വരെ എത്തുന്ന പേടിപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉള്ളതെന്ന് വീട്ടമ്മയായ സിജോൾ ആശങ്കപ്പെട്ടു. ഇന്നലെ രാത്രി വലിയ പട്ടികുരേ ശബ്ദമൊക്കെ കേട്ടു. അപ്പൊ ഞങ്ങള് ജനല് തുറന്ന് നോക്കിയില്ല, ലൈറ്റ് ഇട്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒന്നും കണ്ടില്ല. അവിടെ എന്തോ ശബ്ദം കേട്ടു. അപ്പൊ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ഇതിൽ മുഴുവൻ ആന പോയിരിക്കുന്ന പാട്. രാവിലെ എൻ്റെ വാഴയുടെ അവിടെ മുഴുവൻ വാഴ നശിപ്പിച്ച് ഇതാക്കിയിട്ടിരിക്കുക. പട്ടി ഭയങ്കര കുരയായിരുന്നു ഇന്നലെ രാത്രി മുഴുവൻ. ഞങ്ങൾ നോക്കിയപ്പോൾ മുറ്റത്തോടെയാണ് ആന പോയിരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ ഇവിടെ ജീവിക്കും? മുറ്റത്തോടെയൊക്കെ ആന പോകുമ്പോൾ ഞങ്ങൾക്ക് ജീവന് പേടിയില്ലേ? വനം വകുപ്പിന്റെ അനാസ്ഥയാണ് ആനശല്യം വർദ്ധിക്കാൻ കാരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് കുറ്റപ്പെടുത്തി. ഏതാണ്ട് 200-ൽ പരം വാഴകൾ, കൊലച്ച വാഴകളാണ് ഇന്ന് രാവിലെ ആന ഇവിടെ നശിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സമീപമുള്ള പറമ്പിലുള്ള റബ്ബറും അതുപോലെ തന്നെ ഫെൻസിങ് അടക്കം നിരവധി നഷ്ടങ്ങളാണ് ആന വരുത്തിയിരിക്കുന്നത്. ഇതിപ്പോൾ എന്നും ഞങ്ങൾക്ക് കീരമ്പാറ നിവാസികൾക്ക് ഇത് തന്നെ ഒരു പണിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ സ്വസ്ഥമായിട്ട് ഉറങ്ങാനും സ്വസ്ഥമായി യാത്ര ചെയ്യാനും പറ്റാത്തൊരവസ്ഥ സംജാതമായിരിക്കുമ്പോൾ വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ കൃത്യമായി സ്വീകരിക്കാത്തതിൻ്റെ കാരണമാണ് ഇതുപോലുള്ള ആന നാട്ടുപ്രദേശത്തേക്ക് ഇറങ്ങുകയും കൃഷി നശിപ്പിക്കുകയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറേ നാളുകളായി പറയുന്നു. പുഴയറമ്പിൽ കൂടെയുള്ള ഫെൻസിങ് ഏതാണ്ട് ഉടൻ തന്നെ ആവും എന്നാണ് കുറച്ച് മുമ്പ് ഞാൻ DFOക്ക് വിളിച്ചപ്പോൾ പറഞ്ഞത്. ആ ഫെൻസിങ് ഉടൻ തന്നെ എത്രയും പെട്ടെന്ന്. ഫെൻസിങ് അല്ലായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ട്രെഞ്ച് തന്നെയാണ്. ട്രെഞ്ച് താത്തിയാൽ മാത്രമേ അതിനൊരു പരിഹാര മാർഗം ഉണ്ടാകൂ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നിലവിൽ ഹാങ്ങിങ് ഫെൻസിങ് തൽക്കാലം ജനങ്ങൾക്ക് ഒരു ശമനം കിട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇമ്മീഡിയറ്റ്ലി എത്രയും പെട്ടെന്ന് എടുക്കണമെന്ന് നമുക്ക് പറയാനുള്ളത്. മീഡിയ 60 കോതമംഗലം.